നടത്തിയിട്ട് കാര്യമില്ല. ഞാൻ എന്തിനാ മുടക്കാൻ വരുന്നേ? നിങ്ങളുടെ അപ്പനും അമ്മയും കൂടെ ചെയ്ത പാപം നിന്റെ കുടുംബക്കാര് തന്നെ ചുമക്കുന്നതിന് ഞാൻ തടസ്സം നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്റെ അപ്പനമ്മയ്ക്ക് പറയുന്നോളാം. വേണ്ട. ഞാൻ അയാളെ യാതൊരു തരത്തിലും ഉപദ്രവിച്ചിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ പ്രേരണ കുറ്റം ഉണ്ടാകുമെന്നാ അയാള് പറയുന്നത്. അതെങ്ങനെയാ പ്രേരണ കുറ്റം ഉണ്ടാവുന്നത്? പ്രേരണ കുറ്റം വരണമെങ്കിൽ തൂങ്ങിയ കുട്ടികൃഷ്ണൻ മരിക്കണം. ഇവിടെ ആള് മരിച്ചിട്ടൊന്നുമില്ലല്ലോ, അപ്പൊ പിന്നെ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ സോമശേഖരൻ ഇതിൽ എന്തെങ്കിലും ഒരു കളി കളിക്കും. എന്ത് വേണമെങ്കിലും കളിക്കട്ടെ. കുട്ടികൃഷ്ണന്റെ ജീവന് യാതൊരു കുഴപ്പവും സംഭവിക്കാത്തടത്തോളം കാലം നമുക്കൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല. സത്യമേ, ധൈര്യമായിട്ടിരിക്കെ. സോമശേഖരൻ അയാളുടേതായ വഴികളൊക്കെ നോക്കട്ടെ. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ബോധ്യമുള്ളിടത്തോളം കാലം നമ്മൾ ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല. ഹലോ, അതെ. സത്യമേ, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ? എന്താടി അവൻ വരാത്തെ? ഒന്ന് വിളിച്ചു നോക്ക്. ഏട്ടാ, വഴക്കിനും ബഹളത്തിനും ഒന്നും നിൽക്കണ്ട. അവൾ എന്തോ പറയാൻ വന്നതാ, പറഞ്ഞിട്ട് പോട്ടെ. എന്താ നിനക്ക് വേണ്ടത്? നിങ്ങൾക്കൊക്കെ എന്താ ഇവിടെ കാര്യം? എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ദിവസം വരാ. നിന്റെ അനുഗ്രഹവും ആശീർവാദവും കിട്ടുമെന്നറിയാൻ വന്നതാ. അനുഗ്രഹമായാലും ആശീർവാദമായാലും ചോദിച്ചു വാങ്ങുന്ന ആളല്ലേ നീ? എല്ലാം പിടിച്ചു വാങ്ങുന്ന ആള്. ഇപ്പൊ എന്താ ആ സ്വഭാവത്തിനൊരു മാറ്റം? ശിവ, ഒരു തർക്കത്തിനോ ബഹളത്തിനോ വന്നതല്ല ഞങ്ങള്. ലേസി, വന്ന കാര്യം പറഞ്ഞിട്ട് പോവാം നമുക്ക്. ഇങ്ങോട്ടാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞതാ, കൂടുതൽ സംസാരത്തിൽ നിൽക്കണ്ട, വന്ന കാര്യം സാധിക്കാൻ പോവാ. അത് ശരി. അപ്പോ എന്തോ വലിയ കോളം കൊണ്ടാണല്ലോ ഇങ്ങോട്ടുള്ള 3 പേരുടെയും വരവ്. എന്താ വരവിന്റെ ഉദ്ദേശം? ചുമ്മാ സൗഹൃദ സംഭാഷണത്തിന് വന്നയാന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ ഒരു രീതിയിലുള്ള ഒരു ബന്ധവും നമ്മൾ തമ്മിൽ ഇപ്പൊ ഇല്ലല്ലോ. ഉണ്ടോ? ഉണ്ടെങ്കിൽ നീ എന്നോട് അങ്ങനെ ഒന്നും കാണിക്കില്ലായിരുന്നല്ലോ. ബന്ധങ്ങളുടെ കണക്കെടുക്കാൻ വന്നതല്ല ഞാൻ. പകരം ഞാൻ എന്റെ കല്യാണം വിളിക്കാൻ വന്നതാ. ഇതൊന്ന് അറിയിക്കുമ്പോ നിന്റെ മുഖത്തുണ്ടാവുന്ന ഭാവം അതെനിക്ക് നേരിട്ട് കാണണമായിരുന്നു. കണ്ടു, കൊള്ളാം. പ്രതീക്ഷിച്ചതുപോലെ തന്നെ.
ഇവളെ വിവാഹം കഴിക്കാൻ പോകുന്നത് വേറെ ആരുമല്ല, ദാ ഈ നിൽക്കുന്ന ഡേവിസാ. അതുകൊണ്ട് അത് മുടക്കാനായിട്ടുള്ള ശ്രമമൊന്നും നീ നടത്തണ്ട. നടത്തിയിട്ട് കാര്യമില്ല. ഹ, ഞാൻ എന്തിനാ മുടക്കാൻ വരുന്നേ? നിങ്ങളുടെ അപ്പനും അമ്മയും കൂടെ ചെയ്ത പാപം നിന്റെ കുടുംബക്കാര് തന്നെ ചുമക്കുന്നതിന് ഞാൻ തടസ്സം നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? ആ, എന്റെ അപ്പുറമ്മയ്ക്ക് പറയുന്നോളാം. ഹ, വേണ്ട. ഇനി ഇവളെയും കൊണ്ട് ഇവിടെ നിന്നാ നിന്റെ അപ്പാപ്പനും അമ്മാമ്മയ്ക്കും വരെ ഞാൻ വിളിക്കും. ഇത്രയും നേരം നിന്നെയൊക്കെ സഹിച്ചു നിന്നത് വീട്ടിൽ വന്നതിന്റെ മര്യാദ കാണിച്ചാന്ന് കരുതിയാ മതി. പിന്നെ ഈ കല്യാണ ലെറ്റർ അതെവിടെ ഇരിക്കട്ടെ, കറണ്ട് പോകുമ്പോ വീശാനായിട്ട് ഉപയോഗിക്കാം. എന്നാ പിന്നെ മക്കൾ അങ്ങോട്ട് പോവല്ലേ? ശിവ, ഇതിവിടം കൊണ്ടൊന്നും തീരില്ല. തുടങ്ങുന്നേ ഉള്ളൂ. നിനക്ക് മുന്നിൽ ഇനി ഞാനുണ്ടാവും എന്നും കരുതിയിരുന്നോ? ഓ, ഒന്ന് നിന്നേ. ഞാൻ നിന്റെ കഴുത്തില് ഒരു താലി കെട്ടിയിരുന്നു. ഇനി അതിന് പ്രസക്തിയില്ലല്ലോ. അതങ്ങ് മറക്കുന്നതല്ലേ ഉചിതം. അതോ? അത് ഞാൻ നിന്റെ സ്മാരകമായിട്ട് എന്റെ കയ്യിൽ സൂക്ഷിച്ചോളാം. നീ ചാവുമ്പോ നിന്റെ പൊട്ടടയിൽ വെക്കാൻ. വാ ചേട്ടായി. ഏട്ടാ, അവള് ഇതോടെ ആ അധ്യായം അവസാനിപ്പിച്ചു. അത് അങ്ങനെ കരുതിയാ മതി.